ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ ആ പരിമിതിയിൽ പഴുതുകൾ പലതുണ്ടാവാനിടയുള്ള ഒരു കേസിൽ കൊലമരത്തിലേക്ക് വഴിതെറ്റാതെ ഗ്രീഷ്മയെ എത്തിക്കാൻ സാക്ഷ്യം പറഞ്ഞ ദൃശ്യങ്ങളാണ്. ആ പഴച്ചാറിൽ പാരസെറ്റമോൾ ഭീമമായ തോതിൽ പൊടിച്ച് ചാലിച്ച് കള്ളക്കുറുമ്പ് അഭിനയിച്ച ഗ്രീഷ്മയുടെ ആ വിഷ്വൽ ആദ്യ കൊലപാതക ശ്രമമാണ്. ആ മിടുക്കി പെൺകുട്ടിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലല്ലോ കോടതി എന്ന പ്രതിഭാഗത്തിന്റെ വാദം വേരോട് പിഴുതെടുത്ത് തൂക്കി അടിച്ചതാണ് ആ ദൃശ്യ പശ്ചാത്തലത്തിൽ ജഡ്ജി A.M. ബഷീർ. അത് നീതിമാന്റെ കോടതി. ഹൗ ടു യൂസ് പാരസെറ്റമോൾ ആസ് പോയിസൺ എന്നതടക്കം 23 വെബ് സെർച്ചുകളാണ് ചെകുത്താന്റെ ദുഷ്ടഗവേഷണം. പരാജയപ്പെട്ട അന്തകശ്രമത്തിൽ നിർത്തിയോ ഇല്ല. അപ്പോൾ തന്നെ തുടങ്ങിയ അടുത്ത വിഷഗവേഷണം. പാരക്വാറ്റ് എന്ന പോയിസൺ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ്? വാക്കുകളിൽ പ്രണയമധുരം നിറച്ച് പുരുഷകാമനകളെ അങ്ങേയറ്റം വശീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളിൽ ഷാരോണെ വീട്ടിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കാളകൂടം ചാലിച്ച് മരണമുറപ്പിച്ചപ്പോൾ മാത്രം നിർത്തിയതാണ് ആ ദുഷ്ടഗവേഷണങ്ങൾ. ആവർത്തന ശ്രമങ്ങൾ ഗൂഢമാണ്. കിട്ടാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം 10-16 വർഷങ്ങൾ. കഴിയുമ്പോൾ 36 വയസ്സ്. അത് കഴിഞ്ഞങ്ങ് ജീവിച്ചോളാം സാറേ എന്ന വർത്താനത്തിന് അങ്ങനങ്ങ് ജീവിക്കേണ്ട ഗ്രീഷ്മെ എന്ന് കോടതി പറഞ്ഞെങ്കിൽ സമൂഹത്തിലെ വിഷജീവികൾക്ക് ആവർത്തിക്കരുത് എന്ന താക്കീതാണ് ആ കൊലമരം. അപ്പോഴേക്കും ഇറങ്ങി മാളിക മുകളിലെ കപടനാട്യങ്ങൾ, കൊലമരത്തിന് താഴെ കണ്ണീർ വാർക്കൽ, ഏതോ പ്രണയ പ്രതിസന്ധി, സോഷ്യൽ ടോർച്ചർ, ജസ്റ്റിഫയബിൾ മർഡർ. മാളിക മുകളിലെ കപടനാട്യങ്ങൾ, കൊലമരത്തിന് താഴെ കണ്ണീർ വാർക്കൽ, ഏതോ പ്രണയ പ്രതിസന്ധി, സോഷ്യൽ ടോർച്ചർ, ജസ്റ്റിഫയബിൾ മർഡർ. ആ ചെകുത്താന് വേണ്ടി ന്യായീകരണ ഖണ്ഡകാവ്യങ്ങൾ പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ? ഗ്രീഷ്മയോടുള്ള പ്രണയത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷാരോൺ പെട്ടെന്നങ്ങ് മരിച്ചതല്ല. നാക്ക് മുതൽ നഖം വരെ വേദനിച്ചാണ്. നാവിന്റെ ഒരു ഭാഗം അടർന്നുപോയതാണ്. ആന്തരികാവയവങ്ങൾ ഓരോന്നും ചോര പറ്റി അഴുകിപ്പോയതാണ്. ലിംഗാഗ്രത്തിൽ വരെ ചോരയിറ്റി ഓരോ കോശത്തിലും ഇഞ്ചോടിഞ്ച് വേദനിച്ച് ഓരോ ദിവസവും ഓരോ വർഷമെന്ന കണക്കിൽ 14 നാൾ നരകത്തിൽ വേദനിച്ചു പോയതാണ്. ആ വേദനയ്ക്ക് മുകളിൽ ഗ്രീഷ്മയുടെ എന്തോ അവകാശം പ്രതിഷ്ഠിക്കുന്ന രക്ഷകവേഷധാരികളുടെ സ്വാനുഭവത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൊടുംവേദനയുടെ പുത്രദുഃഖങ്ങൾ. ആ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ഷാരോൺ ബോയ് അന്നു മുതൽ തേങ്ങി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂടപ്പിറപ്പിനെ, തീരാനോവിൽ പക്ഷാഘാതം വന്നുപോയ അച്ഛന്റെ വേദന കണ്ട കോടതിക്ക്, അന്വേഷണ സംഘത്തിന്, പ്രോസിക്യൂട്ടർക്ക്, മരിച്ചുപോയവന്റെ നീതിക്ക് വേണ്ടി പൊരുതിയ കാവൽ മാലാഖമാർക്ക് കേരളത്തിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ആ ചെകുത്താന് വേണ്ടി ന്യായീകരണ ഖണ്ഡകാവ്യങ്ങൾ പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ? ഗ്രീഷ്മയോടുള്ള പ്രണയത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷാരോൺ പെട്ടെന്നങ്ങ് മരിച്ചതല്ല. നാക്ക് മുതൽ നഖം വരെ വേദനിച്ചാണ്. നാവിന്റെ ഒരു ഭാഗം അടർന്നുപോയതാണ്. ആന്തരികാവയവങ്ങൾ ഓരോന്നും ചോര പറ്റി അഴുകിപ്പോയത്.